മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. പാട്ടിന്റെ പൊന്നല വിരിയിച്ച കുഞ്ഞു പാട്ടിന്റെ സർഗവേദിയിലേക്ക് നമ്മുടെ സ്വന്തം ശ്രീനാഥേട്ടനും മേഘ്നകുട്ടിയും എത്തുന്നു. വെൽക്കം. Take me. Hey, it's silk satta. Nee wait katta. Love sotta sotta. Talk me. Hey, madiyar macha. Nee manasu vacha. Namma varusikila. Nenja jig. Hey, my dear Rani. Entry milavani. Namma vonna sera. Fire patti kiricha. Ra, namma bichu pakam pota. Onada panguttu vetta. Nee ennudaiya rowdy baby. Hey Ra, you are only girlfriend. I will give you food and we'll make us new trend baby. Pota, vetta, rowdy baby. Girlfriend, food and new trend baby. My hormone balance damage. Hey Kamashi, hey Meenakshi, inda mari ko mela kannachi. 1 + 1 2 mama, you plus me 3 mama. Kalsi Rani, yen Krishna Veni, I will give you pony, ada kattitu vani. Nee mandiravadi, nee kedi, naavu nilapadi, namma samma jodi. Rowdy baby, hey rowdy baby, hey rowdy baby, rowdy baby, rowdy baby, rowdy baby, rowdy baby, rowdy baby. Hey, engoli sodave, engari kodambe, kutti papi na take me. Hey, en silk satta, nee wait katta, love satta, talk me. Hey my dear macha, na manasu vacha, Namma varusikila, nenja jig. hey my dear Rani, entry milavani, nama vonna sera, fire patti kiricha. Ra, namma bichu pakam pota, oru dappanguttu vetta. Nee ennudaiya rowdy baby. Hey Ra, you are only girlfriend. I will give you food and we'll make us new trend baby. Rowdy baby, hey rowdy baby, hey rowdy baby, 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 rowdy baby. മേഘനക്കുട്ടി എന്തെന്തോ പൊളിച്ചു രണ്ടുപേരും. ശ്രീനാഥും മേഘനെ അടിച്ചു പൊളിച്ചു.
താങ്ക് യു. നമുക്ക് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ശ്രീനാഥ് ശരിക്കും മോളുടെ ലെവലിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് അങ്ങ് പാടി. ഞാൻ ചെറുപ്പത്തില് അന്നക്കാള് കുഞ്ഞ അവലാസം ഇനിയുണ്ട് ചെറുപ്പം. ചെറുപ്പം ഇനിയില്ല, പണ്ടാണ് പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ തലേന്ന് ഞാൻ ഒറ്റയ്ക്ക് പാടി പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താ VMS സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. മോക്ക് നൊസ്റ്റാൾജിയ വന്നു. മോൾക്ക് നൊസ്റ്റാൾജിയ വന്നു. അങ്ങനെ പറഞ്ഞ ഗൃഹാതുരത്വം, ഓർമ്മകൾ. നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങൾ ഇന്ന് ഓർക്കുന്നതിനാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പണ്ടല്ലേ മോള് പാടിയേ, അതാണ്. അത് ഞാൻ പറയുന്നതാണ് സ്റ്റേജില്. ആ പറയുമ്പോഴല്ലേ കുറച്ച് വിശേഷം കൂടുന്നു. ശരിയാണ്, വിശേഷങ്ങൾ പറയണ്ടേ ഇവിടെ വന്നിട്ട്. അടിപൊളിയാ. പക്രുചേട്ടനെ കുറച്ച് വറുത്ത് വിശേഷങ്ങൾ വെച്ചിരുന്നല്ലേ പക്രുചേട്ടാ? അത് പറയാം. ഞാൻ വിചാരിച്ചത് അങ്കിളുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് വർത്താനം പറയാം. ശ്രീനാഥ് അങ്കിൾ നല്ല സ്റ്റൈലായിട്ട് മോളെ ശരിക്കും ധനുഷ് പോലെ തന്നെ കളിച്ചോണ്ട് പാടി. ഊക്കനായിട്ടുണ്ട് ശ്രീനാഥ്. മോളെ മേക്കപ്പ് ചെയ്തു, കോസ്റ്റ്യൂം ഇടിച്ചു, അങ്ങനെയുള്ള വാക്കൊന്നും അല്ല ഉപയോഗിക്കേണ്ടത്. മോളെ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ മണവാളനും മണവാട്ടിയും പോകുന്ന കാറൊക്കെ അലങ്കരിക്കൂലേ, കാർ അലങ്കരിക്കൂലേ? ആ കാറെന്ന് കേട്ടിട്ടില്ലേ? കാറ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്വിഫ്റ്റ് കാർ ആയിരിക്കും. അതുപോലത്തെ ഒരു കാർ, അത് അലങ്കരിച്ച പോലെ ഉണ്ട്. നല്ല പൂവൊക്കെ വെച്ച്, കണ്ണാടിയൊക്കെ വെച്ച്, നല്ല രസം. കണ്ണൊക്കെ മിന്നും, വെള്ളം കോമഡി ഒക്കെ പറയും. ആ കാറ് കോമഡി പറയും. കോമഡി കാർന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ കോമഡി പറയത്തില്ല. കാരണം ജീവനേ ഇല്ലല്ലോ, കണ്ണൊന്നും മിന്നത്തില്ലല്ലോ, നമുക്ക് കാണാൻ പറ്റില്ല കണ്ണില്. നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ണല്ല മിന്നി വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്താലല്ലേ നമ്മളിങ്ങനെ ഓടിക്കുന്നത്. പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ട, വേറെ വണ്ടിയിൽ കെട്ടിയിട്ട് വലിച്ചോണ്ട് പോവാറില്ലേ? കെട്ടിയിട്ട് വലിച്ചോണ്ട് അത് കേട് വന്ന വണ്ടിയൊക്കെ അല്ലേ. എന്റെ വേറെ പാട്ട് വരെ ഞാൻ പാടിയിട്ടുണ്ട്. തള്ളു 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 പന്നാസ് വണ്ടി, ആ പാട്ട് വേറെ ഉണ്ട്. മാമൻ എടുത്തിട്ട് ഡാൻസ് കളിച്ചപ്പോ പേടിച്ചായിരുന്നോ? എന്താ പേടിക്കാൻ, മാമൻ പ്രേതമൊന്നും അല്ലല്ലോ. അല്ല, മാമന്റെ ആ കാല് പിണച്ച ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ മാമൻ വീണാ മോളും വീഴൂലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല മേഘനക്കുട്ടി, എന്തെന്തോ ഇനി നമുക്ക് കോമഡിക്കാർക്ക് കുറച്ച് സംസാരിച്ചാലോ? കോമഡിക്കാരാ നമ്മൾ രണ്ടുപേരും. വറുത്ത് വെച്ച കോമഡിയോ? വറുത്തരച്ച കോമഡി ഇട്ട് അങ്ങോട്ട് പൊരിച്ചാലോ നമുക്ക്? പൊരിക്കാം. എന്നാലേ പൊരിക്കണിങ്ങളെ, ഞാൻ ഇന്ന് രാവിലെ പാടിത്തന്ന സോങ് ഇല്ലേ, അത് മര്യാദക്ക് പാട്. ഞാൻ പഠിപ്പിച്ചെടുത്തില്ല, മര്യാദക്ക്. ഒരു കാര്യം പറയാ, ആൾക്കാരെ ഹർട്ട് ചെയ്യുന്ന പാട്ട് പാടാൻ പറയരുത്. ഇത് ഹർട്ട് ചെയ്യുന്ന പാട്ടല്ല, അങ്ങനെ പറയരുത് കേട്ടോ. പാട്ടില് ദൈവമുണ്ട്. ഞാനിപ്പോ പഠിപ്പിച്ചില്ലാന്ന് പറഞ്ഞ പാട്ടില്ലേ, അതില് വേറെ ദൈവമുണ്ട്. അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഗിഫ്റ്റ് പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. ആ പാട്ട് യേശു ക്രിസ്തു പാടി നടക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഞങ്ങളെ പഠിപ്പിച്ച. എനിക്കില്ലല്ലോ, എനിക്ക് റൗഡി ബേബി ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ സെറ്റിൽ ഇവിടുത്തെ റൗഡി ബേബിയാണ് ഇപ്പൊ മേഘനക്കുട്ടി. അടിപൊളി, ഭയങ്കര ക്യൂട്ടായിരിക്കുന്നു. ഗ്ലാസ് ഒക്കെ വെച്ച്, ചേട്ടൻ പറഞ്ഞാല് കിരീടമൊക്കെ വെച്ച് ഭയങ്കര രസം. പുല്ലും പൂവും ഒക്കെ വെച്ച് മൊത്തത്തിലൊരു നല്ലൊരു രസമുണ്ട്, ചന്തമുണ്ട്. எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? உங்களோட தமிழ் சாங் ரொம்ப பிரமாதமா இருக்கு. கொஞ்சம் கொஞ்சம் தமிழ் தெரியுமா? தமிழ் பேசுறாமா? മറ്റേ ഇംഗ്ലീഷ് പാട്ട് എടുത്തോ, അതെടുത്തോ. ഇംഗ്ലീഷ് സോങ്. இங்கிலீஷ் சாங் ஒண்ணுமே தெரியாது. உங்களோட ரவுடி பேபி வடி எடுக்கணும். நீங்க நிஜமா சாய் பல்லவி மாதிரி ஆடி இருக்கீங்க. ஓகே. എനിക്ക് തോന്നിയത് ആ റൈറ്റ് സൈഡ് കണ്ടപ്പോഴല്ലേ പറഞ്ഞത്. பெர்ஃபெக்ட் சாய் பல்லவி மாதிரி இருந்துச்சு. മോളൊന്ന് തിരിഞ്ഞു, ഒന്ന് റൈറ്റ് സൈഡ് തിരിഞ്ഞേ. அந்த சைடு பாக்கும்போது உங்க சாய் பல்லவி மாதிரி இருக்கு. സായി പല്ലവി ആരാന്നറിയോ? ആരാ ഇത്? ഈ എന്താണ്, ഞങ്ങള് രണ്ടുപേരും പാടിയില്ലേ റൗഡി ബേബി സോങ്, അതിന്റെ അകത്ത് വീഡിയോയിൽ അഭിനയിച്ച. അപ്പൊ ഈ ചേട്ടന്റെ ക്യാരക്ടർ ആരായിരുന്നു? ഈ ചേട്ടന്റെ ക്യാരക്ടർ ആരാ ചെയ്തേ? ധനുഷ്. தெரியுமா? அவரை பிடிக்குமா தனுஷ் சார்? അയ്യോ, എന്റെ ധനുഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ധനുഷ്. ധനുഷോ? ധനുഷ് അങ്കിൾ അല്ലെങ്കിൽ ധനുഷ് ചേട്ടൻ? അല്ല, ഞാൻ ധനുഷ് എന്നാ വിളിക്കാറ്. ഓ ശരിയാ, ഞങ്ങള് തമ്മിൽ ഇടാപോടാ ബന്ധമാണ്. ന്യൂജൻ ഹീറോയിൻ ആണല്ലോ. അപ്പൊ അപ്പടിതാ, അത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ധനുഷ് സാർ വിളിച്ച ഒരു നായികയായിട്ട് പോവോ? പോവും 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 പോവും.
ഇത് സത്യത്തിൽ പറയുന്നതാണോ ദൂരെ നാരിൽ റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുവാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സത്യം അങ്ങനെ തോന്നിപ്പിക്കുന്നതിന്റെ റിമോട്ട് വേറെ ആരുടെയും കയ്യിലല്ല, ജഗദീശ്വരന്റെ കയ്യിൽ തന്നെ, ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. കാരണം പിന്നെ ജഡ്ജസും ജഡ്ജസ് പിന്നെ സ്റ്റേജും സ്റ്റേജും സ്റ്റേജിൽ കയറിയ തന്നെ ചാർജ് പൊങ്ങി വരും. സ്റ്റേജിൽ നിന്ന് പോയാൽ ചാർജ് ഒഴുകി അങ്ങ് വേറെ ലോകത്തേക്ക് പോകും. ഈ ചേട്ടനൊക്കെ ചാർജ് കിട്ടിയാലേ സ്റ്റേജിൽ കയറുള്ളൂ. കയറുന്നതിന് മുമ്പ് ചാർജ് കിട്ടണം. ചാർജ് കിട്ടണം, കവറിലിട്ട് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞങ്ങള് സമ്മതിക്കാറില്ല. അഫ്സലൊക്കെ എന്ത് ചോദിക്ക്, നിങ്ങൾ മേടിക്കും, അങ്ങനെ ഞങ്ങൾ മാത്രം മേടിച്ചിട്ട് അത് തന്നെ മര്യാദ. മിണ്ടാതിരുന്നിട്ട് അതുകൊണ്ട് മോളെ അതല്ല, ഞങ്ങൾക്ക് ആവശ്യത്തിനായി. ഞങ്ങൾക്ക് ഇന്നത്തെ ഇങ്ങനെ ആവണ്ട, ഞാൻ കുറച്ച് ഹേർട്ടിന്റെ ഡയമണ്ട്സ് വാങ്ങിച്ചു തരാം. അത് മതി. അഫ്സലങ്കളെ ഒന്നും ചോദിക്കില്ല, വെറുതെ അഫ്സലങ്കള് പാവമല്ലേ. അതെ. ഞാനും പറയുന്നു രക്ഷപ്പെട്ടു ഞാൻ. പണ്ട് ഞാൻ പാട്ട് പാടിയപ്പോഴും പാവായിരുന്നു. ഓ താങ്ക് യു മോളെ. മോക്ക് അറിയാത്തൊരു സത്യം പറഞ്ഞുതരാം. പാവ എന്നൊക്കെ പറയുമെങ്കിലും അഫ്സലങ്ങൾ അത്ര പാവമല്ല. റോഡിന്റെ സൈഡിൽ നിന്ന് ബിസ്ക്കറ്റ് തന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ കേസിൽ അഫ്സലൊക്കെ പ്രതിയാണ്. ഒരു കുട്ടി ബിസ്ക്കറ്റ് തിന്നുമ്പോ കേട്ടോ, എന്റെ മേഘനക്കുട്ടി അങ്ങനെ വിശ്വസിക്കില്ല. അയ്യോ സത്യം അല്ല, ഞാനത് കേൾക്കത്തില്ല. അതിന് ഞാൻ ഉത്തരം പറയില്ല. നമ്മൾ ഇപ്പോഴും വഴക്കിട്ട അഫ്സലിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കും, കൊഞ്ഞനും കുത്തും. കേട്ടോ, അങ്ങനെ പറയല്ലേ. അയ്യോ അത് അപ്പം മോളെ പറഞ്ഞ് പറ്റിച്ചു വെച്ചേക്കും അല്ലേ? അല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണു അറിയുന്നത്. കണ്ട മോൾക്കറിയാം, മോൾക്ക് കണ്ടാലറിയാം ആരൊക്കെ എന്താണെന്നുള്ളത്. സൂര്യ മനസ്സിലാവാൻ മേഘനക്കുട്ടി ഇന്നസെന്റ് ഏട്ടൻ പാവാണ്. ഇന്നസെന്റ് ഏട്ടൻ ഇവിടെ ഇരിക്കുന്നു. ചോദിച്ചേ മേഘനക്കുട്ടി. മേഘനല്ല, മേഘ്ന. മേഘനക്കുട്ടി. എന്തെന്തോ. ഓ എന്റെ ഞാൻ പാവാണ് അല്ലേ? അത് എനിക്കത് മാത്രം മതി മോളെ. എനിക്ക് ഇതുവരെ എൻ്റെ വീട്ടിലും കൂടി പറഞ്ഞിട്ടില്ലേ ഒരാള്, മോളെ നീ ദൈവം തോന്നുന്നു, ദൈവം. ഓ, ഇത് പറഞ്ഞപ്പോ തന്നെ ഞാനും അച്ഛനും ഒരു ഫോട്ടോ എടുത്തന്നെ. ഞാൻ ദൈവം പോലെ നിക്കുന്നു. ഞങ്ങളൊരു ഫോട്ടോ എടുത്തു രണ്ടാളും കൂടി അല്ലേ? അതെന്ന് ഞാൻ വന്നപ്പോ അല്ലേ? ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ വേണമെന്നുണ്ട്. ഞാൻ എൻ്റെ ക്യാമറയിൽ ഞാൻ ആ കുട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. എന്തിനാ? എൻ്റെ വീട്ടിലുള്ളവരെ കാണിക്കാൻ. മേഘനക്കുട്ടി അല്ല അത് വേണം, ഞാൻ പറയാം. അത് വിളിക്കാം. ശരി. അപ്പൊ മേഘനക്കുട്ടി അപ്പം വേണ്ട കേട്ടോ, അപ്പം ഇവിടെ ചുറ്റത്തില്ല. ഓ ശരി ശരി. അന്ന് ദോശ മേഘനക്കുട്ടി. ഉഷാന്ന് വിളിച്ചോ? ഉഷയോ? അച്ഛനൊരു പൂച്ച ഉണ്ടായിരുന്നു, ആ പൂച്ചയുടെ പേരാണ് ഉഷ. ഉഷ. അങ്ങനെ ഒരാള് പൂച്ചക്ക് ഉഷ എന്ന് പേരിടണമെങ്കിൽ പണ്ട് ഏതോ ഉഷ തേച്ചിട്ടുണ്ടാവും. അല്ലാതെ അങ്ങനെ ഒരു അല്ലാതെ ഒരു പൂച്ചക്ക് ഉഷ എന്നാരും പേരിടൂല. എന്തായാലും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും പാടിയ പാട്ട്. ശ്രീനാഥ് അങ്കിളിനോട് ഒരു സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞ വാവ. സ്പെഷ്യൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ശ്രീനാഥ്. താങ്ക് യു.